ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ഹൈ എക്സ്പെൻസീവ് വാല്യുവേഷൻ നിൽക്കുമ്പോൾ അണ്ടർ വാല്യൂഡ് ആയതോ ഫെയർലി വാല്യൂഡ് ആയതോ ആയ നല്ല സ്റ്റോക്കുകൾ ലഭിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. ഇവിടെ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ലീഡിംഗ് ബിസിനസ് ഗ്രൂപ്പുകൾ പ്രൊമോട്ടർമാരായി നിൽക്കുന്ന, അവരുടെ ആ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിലെ തണലിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഇത് എന്നുള്ള പ്രത്യേകതയും ഈ സ്റ്റോക്കുകൾക്കുണ്ട്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ സ്റ്റോക്ക് ജസ്റ്റ് ഡയൽ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇന്ത്യയിലെ ലോക്കൽ സെർച്ച് എഞ്ചിൻ രംഗത്തുള്ള ഒരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ്. ഈ കമ്പനി ലോക്കൽ അഡ്രസ്സുകൾ സെർച്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവരുടെ ആപ്പ് ആൻഡ്രോയിഡ് iOSലൊക്കെ നമുക്ക് ലഭ്യമാണ്. മൊബൈൽ വെബ്സൈറ്റുകൾ, ഡെസ്ക്ടോപ്പ് PC, വോയിസ് ടെക്സ്റ്റ് തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള ഇവരുടെ പ്രസൻസ് പാൻ ഇന്ത്യ ലെവലിലുണ്ട്. 12,000-ഓളം എംപ്ലോയീസ് ഉള്ള വലിയൊരു കമ്പനി തന്നെയാണ്. 250-ഓളം ഇന്ത്യൻ സിറ്റികളിൽ കവർ ചെയ്യുന്ന, അതുപോലെ 11,000-ഓളം പിൻകോഡുകൾ കവർ ചെയ്യുന്ന ഒരു അഡ്രസ് ലോക്കൽ സെർച്ച് എഞ്ചിനാണ് ഈ ജസ്റ്റ് ഡയൽ എന്ന് പറയുന്നത്. ഈ 2021 ഈ സ്റ്റോക്ക് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള ഈക്വിറ്റി ഷെയർസ് അവർ ഏകദേശം 1020 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചിൽ, അതായത് പെർ സ്റ്റോക്ക് 1020 എന്നൊരു പ്രൈസ് റേഞ്ചിൽ അവർ ഇതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള VSS മണി എന്ന് പറയുന്ന ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജസ്റ്റ് ഡയലിൻ്റെ ഓണറുടെ കയ്യിൽ നിന്ന് ഇവർ ഒരു ബ്ലോക്ക് ഡീലിലൂടെ കരസ്ഥമാക്കിയിരുന്നു. അതോടുകൂടി ഈ ജസ്റ്റ് ഡയലിൻ്റെ പ്രൊമോട്ടർ റിലയൻസ് റീറ്റെയിൽ വെഞ്ചർ ലിമിറ്റഡ് ആയി മാറി. ഇൻ ഷോർട്ട്, ഈ കമ്പനി ഇപ്പോൾ മുകേഷ് അംബാനിയുടെ കയ്യിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 9,000 കോടിയാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് വലിയ തോതിലൊന്നും കറക്റ്റ് ചെയ്യാതെ ആ ഓൾ ടൈം ഹൈ പ്രൈസിനടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. എങ്കിലും ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ നിങ്ങൾ നോക്കുക, 25.5 മാത്രമാണ്. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 35.8 5 years മീഡിയൻ PE 23.2, പ്രൈസ് ടു ബുക്ക് വാല്യൂ 2.29, PEG റേഷ്യോ 1.38. മൊത്തത്തിൽ ഈ സ്റ്റോക്ക് നമുക്ക് അണ്ടർ വാല്യൂഡായോ അല്ലെങ്കിൽ ഒരു ഫെയർലി വാല്യൂഡായോ ഒരു പൊസിഷനിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ROCE 12.1%, ROE 9.44%. ഇത് ബിലോ ആവറേജ് ROCയും ROE ആണ്. സെയിൽസ് ഗ്രോത്ത് പക്ഷേ 23.5%, പ്രോഫിറ്റ് ഗ്രോത്ത് 683% നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.02 മാത്രമാണെങ്കിലും ഈ കമ്പനിയിൽ പ്ലഡ്ജഡ് പെർസെൻറ്റേജ് 14.1 ആണെന്ന് കാണാം. ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഈ സ്റ്റോക്കുകൾ ഇതിൽ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും റിലയൻസ് ഇത് ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു പ്ലഡ്ജിങ് ആവാനാണ് സാധ്യത. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈസിയായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെപ്റ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രൊമോട്ടർ ഹോൾഡിംഗ് 74%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 5%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 8%, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് നമുക്ക് 16% കാണാൻ കഴിയുന്നുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് 38% കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ വോളിയം 4,49,000 നിന്ന് 16,68,000 ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൽ നല്ലൊരു വോളിയം ഫോം ചെയ്യുന്നുണ്ട്. സോ ഫോക്കസ് ദിസ് സ്റ്റോക്ക് ഇൻ യുവർ വാച്ച് ലിസ്റ്റ്. അടുത്ത സ്റ്റോക്ക് വേദാന്ത് ഫാഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും സെലിബ്രേഷൻ ഫാഷൻ വിയർ മാർക്കറ്റിലുള്ള ഒരു ലീഡിംഗ് കമ്പനിയാണ്. അതായത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെഡ്ഡിങ് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രേഷൻ ഇവൻറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ്. എല്ലാവിധ വിയേഴ്സിൻ്റെയും, പ്രത്യേകിച്ച് ഫാഷൻ വിയേഴ്സിൻ്റെയും വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് വേദാന്ത് ഫാഷൻസ് എന്ന് പറയുന്ന ഈ കമ്പനി. ഇന്ത്യയിലെ തന്നെ മെൻസ് ഇന്ത്യൻ വെഡ്ഡിങ് സെലിബ്രേഷൻ വിയറിംഗ് സ്യൂട്ടിങ്സിൻ്റെ എല്ലാ രംഗത്തുള്ള ഒരു ലാർജസ്റ്റ് കമ്പനിയാണ് വേദാന്ത് ഫാഷൻസ്. രവി മോഡി എന്ന് പറയുന്ന ബില്യണിയർ ആണ് ഈ സ്റ്റോക്കിൻ്റെ ഓണർ. അദ്ദേഹം വെറും 10,000 രൂപ അദ്ദേഹത്തിൻ്റെ മദറിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് 33,000 കോടിയുള്ള ഈ ഒരു കമ്പനി പടർത്തിയെടുത്തത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ നെറ്റ് വർത്ത് 2.5 ബില്യണിൽ നിന്നും 3 ബില്യണിലേക്ക് ഏപ്രിൽ 2023 നമുക്ക് കാണാൻ കഴിയും. ഫോബ്സ് ഇന്ത്യയുടെ വേൾഡ് ബില്യണേഴ്സ് ലിസ്റ്റിൽ 1238 പൊസിഷനിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിലെ 64ാമത്തെ പൊസിഷനിലുള്ള റിച്ചസ്റ്റ് മാനായിട്ട് ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 23,000 കോടിയാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 36% കറക്ഷനോടെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. 1502 വരെ ഈ സ്റ്റോക്കിൻ്റെ ഹൈ പോയിരുന്നു.
കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് വളരെ ഡീസൻ്റാണ്. 0.95 ഡിവിഡൻഡ് ഈൽഡുള്ള ഒരു കമ്പനിയാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ റീസണബിൾ ആണ്. 0.27 5.5 താഴെയാണ്. ROCE 39.2 ROE 34 വളരെ ശക്തമായ ഒരു ബിസിനസ് ഫണ്ടമെൻ്റൽസ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഈ കമ്പനിയുടെ ഇയർ ഓൺ ഇയർ സെയിൽസ് 7%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് 4% വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് ഡിസംബർ ക്വാർട്ടറിൽ, അതായത് Q3 റിസൾട്ടിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 224% ഒരു ജമ്പ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും 117% ജമ്പ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ആവറേജ് വോളിയം അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 2,67,511. അതേ വോളിയിൽ തന്നെ 2,66,000 വോളിയം തന്നെ നമുക്ക് ആവറേജ് ഇയർലി ആയാലും ആവറേജ് മന്ത്ലി ആയാലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 75%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 8%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 12% ഹോൾഡിംഗ് ഉണ്ട്. ശക്തമായൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കമ്പനിയുടെ ഒരു കഴിഞ്ഞ 4 ക്വാർട്ടറും ഈ 4 ക്വാർട്ടറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് ഗ്രോത്ത് 2.78% മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ നേരിയൊരു നെഗറ്റീവ് ഡീ ഗ്രോത്തുമാണ് നമുക്ക് കാണാൻ കഴിയുക. സ്വാഭാവികമായിട്ട് ഈ ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ബിയറിഷ് ട്രെൻഡ് കാരണമായിരിക്കും ഇത് സംഭവിച്ചത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ പക്ഷേ നിങ്ങൾ നോക്കുക 56.7 ഈ കറണ്ട് PE. ഇൻഡസ്ട്രി PE 60.3 പ്രൈസ് ടു ബുക്ക് വാല്യൂ വളരെ ഹൈ ആണ്, 17.4 ആണ്. PEG റേഷ്യോയും വളരെ ഹൈ ആണ്, 2.37. അതുപോലെ 5 years മീഡിയം PE 77.5 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൽ വലിയൊരു മാസീവ് കറക്ഷൻ വരാനുള്ള കാരണം ഇവിടെ വ്യക്തമാണ്. കാരണം ഹൈ PEയിലായിരുന്നു ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടേ ഇരുന്നത്. ആ ഒരു ലെവലിൽ നിന്നും സ്വാഭാവികമായിട്ടും ടെക്സ്റ്റൈൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ബിയറിഷ് ട്രെൻഡ് കാരണം ഈ സ്റ്റോക്കിൽ വലിയൊരു കറക്ഷൻ നടന്നു. ആ കറക്ഷനാണ് നമ്മളിൽ മുകളിൽ കണ്ട ഈ 36% ഒരു കറക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ റിയൽ വാല്യുവേഷനിൽ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇൻഡസ്ട്രി PEയിലും താഴെയാണ്, അതുപോലെ മീഡിയം PEയിലും താഴെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അടുത്ത സ്റ്റോക്ക് 1994 രൂപം കൊണ്ട് ആദിത്യ ബിർള സൺ ലൈഫ് AMC ആണ്. ഇത് ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ ലീഡർഷിപ്പിലുള്ള കമ്പനിയാണ്. മ്യൂച്വൽ ഫണ്ടുകളും അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസും ഓഫ് ഷോർ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു കമ്പനിയാണ് ആദിത്യ ബിർള AMC. ഇന്ത്യയിലെ നോൺ ബാങ്കിങ് അഫിലിയേറ്റഡ് AMCയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള പ്രത്യേകിച്ച് 6002 ബില്യൺ AUM ഉള്ള മ്യൂച്വൽ ഫണ്ടും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഓഫ് ഷോർ റിയൽ എസ്റ്റേറ്റ് ഓഫറിംഗ് ഒക്കെ കമ്പനിയാണ് ഈ ആദിത്യ ബിർള AMC. ഇതിൻ്റെ ഓണർ കുമാർ മംഗളം ബിർള, അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പുള്ള ആദിത്യ ബിർള ക്യാപിറ്റൽ ഗ്രൂപ്പും സൺലൈഫ് AMC എന്നുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഈ പറയുന്ന AMC. 40ഓളം രാജ്യങ്ങളിലും 6 കോണ്ടിനെൻ്റിലും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മൾട്ടിനാഷണൽ സാമ്രാജ്യമാണ് കുമാർ മംഗളം ബിർളയുടേത്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, അൾട്രാടെക് സിമെൻറ്റ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൂടാതെ ആദിത്യ ബിർള ക്യാപിറ്റൽ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ് കുമാർ മംഗളം ബിർളയുടേത്. അപ്പോൾ ആ ഒരു തണലിലാണ് ഇപ്പോൾ ഈ ഒരു ആദിത്യ ബിർള സൺ ലൈഫ് AMC നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 15,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. അതിൻ്റെ 52 വീക്ക് ഹൈയോട് അടുത്താണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹൈ പ്രൈസ് പക്ഷേ 723 വരെ പോയിരുന്നു. സ്റ്റോക്കിൻ്റെ കറണ്ട് PE റേഷ്യോ 19.9, ഇൻഡസ്ട്രി PE 21 ഇത്. ഇൻഡസ്ട്രി PEയേക്കാളും താഴെയാണ് സ്റ്റോക്കിൻ്റെ PE. 5 year മീഡിയം PE 18.4 അപ്പോൾ അതിനോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ കുറച്ച് ഓവർ വാല്യൂഡായി തോന്നാമെങ്കിലും അതുപോലെ PEG റേഷ്യോയും കുറച്ച് ഓവർ വാല്യൂഡായി തോന്നാമെങ്കിലും ഇപ്പോൾ ഇതൊരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് വളരെ ഹൈ ആണ്. 1.9% ഡിവിഡൻഡ് ഈൽഡുള്ള ഹൈ ഡിവിഡൻഡ് ഈൽഡുള്ള ഒരു കമ്പനിയാണ്. ROCE 34.ഉം ROE 27.4 എന്നുള്ള ഒരു ശക്തമായ ഒരു ബിസിനസ് ഫണ്ടമെൻ്റൽസ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. സെയിൽസ് ഗ്രോത്ത് അത്ര അട്രാക്റ്റീവ് അല്ലെങ്കിലും പ്രോഫിറ്റ് ഗ്രോത്ത് 30% ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.02 മാത്രമേ ഈ സ്റ്റോക്കിലുള്ളൂ. അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 75%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 4.37 കാണാൻ കഴിയും. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 12% നല്ലൊരു ഹോൾഡിംഗും ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ശക്തമായൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഈ സ്റ്റോക്കിലുണ്ട്. ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്തിൽ 23% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്തിൽ 53% വർധനവും
Q3 റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ സ്റ്റോക്കിൽ അതിൻ്റെ ആവറേജ് വോളിയം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അതായത് 1 ഇയർ ആവറേജിനേക്കാളും കൂടുതലാണ് 1 മന്ത് ആവറേജ് വോളിയം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച 3 സ്റ്റോക്കുകൾ നിങ്ങൾ പഠനവിധേയമാക്കുക. ഈ സ്റ്റോക്കുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.